ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കേരള PSC പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിന്റെ സൊല്യൂഷൻസുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 20ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഫോർ എ കോളം ഈസ്. ഒരു കോളം ഉണ്ടാക്കുന്നതിനുള്ള മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ ആണോ, സർക്കുലർ ആണോ? മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ട്യൂബുലാർ സെക്ഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ എ മൾട്ടി സ്റ്റോറീഡ് ഗവൺമെന്റ് ബിൽഡിംഗ് ദ ഫ്ലോർ ഹൈറ്റ് ഈസ് യൂഷ്വലി റെസ്ട്രിക്റ്റഡ് ടു. ഒരു മൾട്ടി സ്റ്റോറി ഗവൺമെന്റ് ബിൽഡിംഗിലെ ഒരു ഫ്ലോറിന്റെ ഫ്ലോർ ഹൈറ്റ് റെസ്ട്രിക്റ്റഡ് ടു ആൻസർ 3.4 meters ആണ്. A multi-story government building, the floor height is usually restricted to 3.4 meters. 3.4 meters. അടുത്ത ചോദ്യം, the sum of thread and riser should be lie between. ഇപ്പോൾ ഒരു സ്റ്റെയർ കേസിലെ ത്രെഡിന്റെയും റൈസിന്റെയും സമ്മിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു സ്റ്റെയറിലെ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ആണ്. ഓരോ സ്റ്റെപ്പിന്റെ ഹൈറ്റ് ആണ് എന്ത് റൈസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ചവിട്ടുന്ന പോർഷൻ, ആ ഒരു പോർഷൻ നമ്മൾ ത്രെഡ് എന്ന് പറയാ. ഈ ഒരു ലെങ്ത് ആണ് നമ്മൾ ത്രെഡ് എന്ന് പറയാ. ഈ ഒരു ഹൈറ്റിനെയാണ് റൈസ് എന്ന് പറയാ. അപ്പോ റൈസ് പ്ലസ് ത്രെഡിന്റെ ആ ഒരു റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ 40 to 45 centimeters ആണ്. സം ഓഫ് ത്രെഡ് ആൻഡ് റൈസ് ഷുഡ് ബി ലൈ ബിറ്റ്വീൻ 40 to 45 centimeters ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ വേറെ ഒന്ന് രണ്ട് റിലേഷനുകൾ നോക്കാം. ആദ്യത്തെന്ന് പറയുന്നത് 2 into റൈസ് പ്ലസ് ഗോയിങ് ഈക്വൽ ടു 60 centimeter. 2 into റൈസ് പ്ലസ് ഗോയിങ് ഈക്വൽ ടു 60 centimeter. അത് ഓർത്ത് വെക്കുക. ഒരെണ്ണോടുണ്ട്, റൈസ് ഇൻ സെന്റിമീറ്റർ ഇൻറ്റു ഗോയിങ് ഇൻ സെന്റിമീറ്റർ ഇസ് 400 to 450. റൈസ് സെന്റിമീറ്റർ ഇൻറ്റു ഗോയിങ് എത്രയാണ്? 400 to 450 ആണ്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെക്കുക. 2 into റൈസ് പ്ലസ് ഗോയിങ് ഈക്വൽ ടു 60, റൈസ് ഇൻറ്റു ഗോയിങ് ഈക്വൽ ടു 400 to 450. ഓക്കെ, ഇനി അടുത്തത്, when a chain is used at a temperature more than the temperature it was calibrated, then the error in measured length will be. നമ്മളൊരു ചെയിന് കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും ആ ഒരു ചെയിൻ കാലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ചെയിന് ലെങ്ത് മെഷർ ചെയ്യാനായിട്ട്, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴുണ്ടാകുന്ന എറർ, എന്തായാലും എറർ ഉണ്ടാകുമല്ലോ. അപ്പൊ ആ എറർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോ രണ്ട് ഡിസ്റ്റൻസ് AB എന്നുള്ള ഡിസ്റ്റൻസിനാണ് ചെയിൻ കൊണ്ട് മെഷർ ചെയ്തു, ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ നമ്മൾ മെഷർ ചെയ്തു. അതുപോലെ BC എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു, CD എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. അപ്പോ ഓരോ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും അതെന്താണ്, ഇതിന്റെ ടോട്ടൽ നമ്മൾ AD എന്നുള്ള ഒരു ലെങ്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, AB പ്ലസ് BC പ്ലസ് CD എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എറർ എന്തായിരിക്കും? ക്യുമുലേറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? ക്യുമുലേറ്റീവ് ആയിരിക്കും. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എറർ എന്താണ്? ആഡപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓരോ ലെങ്തിലും ഓരോ ബേ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എറർ എന്തായിരിക്കും? ആഡപ്പ് ആയിക്കൊണ്ടിരിക്കും. അതിനെ അപ്പോ എന്താണ്? എറർ ഇൻ മെഷേർഡ് ലെങ്ത് വിൽ ബി cumulative. Okay, will be cumulative. Okay, അടുത്ത ചോദ്യം, any arbitrarily assumed level line from which the vertical distance are measured is known as. ഇത് ഒരു സിമ്പിൾ ചോദ്യമാണ്. ഒരു അസ്യൂംഡ് ആയിട്ടുള്ള, ഒരു ആർബിട്രറിലി അസ്യൂംഡ് ആയിട്ടുള്ള ഒരു ലെവൽ, അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? വെർട്ടിക്കൽ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുക. ഒരു ആർബിട്രറി റെഫറൻസ് ലൈൻ, അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ആ ആർബിട്രറി ആയിട്ടുള്ള ആ ലെവൽ, അസ്യൂം ചെയ്തിരിക്കുന്ന ലെവൽ ലൈനിനെ നമ്മൾ എന്താണ് പറയുന്നുള്ളതാണ്. നമ്മുടെ ആൻസർ ഡാറ്റം ലൈനാണ്. ഇപ്പോൾ ആർബിട്രറി assumed level line from which the vertical distance are measured is known as
ഡാറ്റം ലൈൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ആംഗിൾസ്? താഴെ പറയുന്നവയിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, സെക്സ്റ്റന്റ് ആണ്. സെക്സ്റ്റന്റ് ഉപയോഗിച്ചിട്ടാണ് ആംഗിൾ മെഷർ ചെയ്യുക. ഓക്കെ, അടുത്തത്, 4 wires are made of same material. Which of these will have the largest extension when the same tension is applied? ഇപ്പോൾ എൻ്റെ 4 വയേഴ്സ് ഉണ്ട്. 4 സെയിം മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ 4 വയേഴ്സ് കയ്യിലുണ്ട്. 4 വയേഴ്സിൽ ഞാൻ സെയിം ടെൻഷൻ അപ്ലൈ ചെയ്തു. ഓരോ വയറിൽ ഞാൻ സെയിം ടെൻഷൻ അപ്ലൈ ചെയ്തു. അപ്പോ ഓരോ വയറിന്റെയും ലെങ്തിനും ഡയമീറ്ററിലും വ്യത്യാസമുണ്ട്. അപ്പൊ താഴെ പറയുന്ന ലെങ്ത് ഡയ കോമ്പിനേഷൻസ് നോക്കുക. ഓരോ വയറിനും ആ ഒരു ലെങ്ത് ഡയ കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ താഴെ പറയുന്നവയിൽ ഏത് വയറാണ് എന്ത് ചെയ്യുക, കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലാർജർ എക്സ്റ്റൻഷൻ കാണിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഈസ് ഈക്വൽ ടു PL/A. പി എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്, എല്ലാം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു മോഡുലസ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ സ്മോൾനെസ്. ഓക്കെ, ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇപ്പൊ നമ്മളെ സിറ്റുവേഷന്റെ അകത്ത് എന്തൊക്കെ, പിയും ഇയും കോൺസ്റ്റന്റ് ആണ് 4 വയേഴ്സിന്. അതുപോലെ ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പം ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് π/4d², അല്ലെങ്കിൽ π/4 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ടു L/d² എന്ന് പറയാൻ പറ്റില്ലേ? ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത് ബൈ ഡയമീറ്റർ സ്ക്വയർ നമുക്ക് പറയാം. അപ്പോ ലാർജർ എക്സ്റ്റൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ L/d² വാല്യൂ എന്തായിരിക്കണം, വലിയ വാല്യൂ ആയിരിക്കണം. അപ്പൊ ഈ പറയുന്ന കോമ്പിനേഷന്റെ അകത്ത് L/d² വാല്യൂ വലുത് വരുന്നത് ഏതാണെന്ന് നോക്കുക. അതിനായിരിക്കും മാക്സിമം അല്ലെങ്കിൽ ലാർജ് എക്സ്റ്റൻഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ ഓപ്ഷൻസ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാം സെയിം യൂണിറ്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ലെങ്തും ഡയമീറ്ററും സെയിം യൂണിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു റേഷ്യോ കണ്ടുപിടിച്ച് നോക്കുക. കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും വലിയ വരുന്ന വാല്യൂ ആണ് ലാർജസ്റ്റ് എക്സ്റ്റൻഷൻ കാണിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ലെങ്ത് 50 സെന്റിമീറ്ററും ഡയമീറ്റർ 0.5 mm ലാർജസ്റ്റ് എക്സ്റ്റൻഷൻ കാണിക്കുക. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കുക. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, അതുകൊണ്ട് കാൽക്കുലേഷൻ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, പിറ്റോട്ട് ട്യൂബ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഫോർ മെഷറിംഗ്. പിറ്റോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതാണ്. നമ്മൾ പിറ്റോട്ട് ട്യൂബ് ഉപയോഗിക്കുന്നത് വെലോസിറ്റി മെഷർ ചെയ്യാനാണ്. പിറ്റോട്ട് ട്യൂബ് ഉപയോഗിക്കുന്നത് വെലോസിറ്റി മെഷർ ചെയ്യാനാണ്. അതുപോലെ ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഓറിഫൈസ് മീറ്റർ അല്ലെങ്കിൽ വെഞ്ചൂരി മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓറിഫൈസ് മീറ്റർ അല്ലെങ്കിൽ വെഞ്ചൂരി മീറ്റർ ആണ് ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രഷർ മെഷർ ചെയ്യാനാണ് നമ്മൾ പീസോമീറ്റർ ഉപയോഗിക്കുന്നത്. പ്രഷർ മെഷർ ചെയ്യാനാണ് പീസോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിറ്റോട്ട് ട്യൂബ് ഈസ് യൂസ്ഡ് മെഷർ വെലോസിറ്റി. അടുത്ത ചോദ്യം, എ മാൻ സിറ്റിംഗ് ഇൻ എ ബോട്ട് വിച്ച് ഈസ് ഫ്ലോയിങ് ഇൻ എ പോണ്ട്. If the man brings some water from the pond, the level of water in the pond will be. ഇപ്പോ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പോണ്ട് ഉണ്ട്, പോണ്ടിൽ ഒരു ബോട്ട് ഉണ്ട്, ബോട്ടിൽ ഒരാൾ ഇരിക്കുകയാണ്, ബോട്ടിൽ ഒരാൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാള് ബോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പോണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പോ പോണ്ടിലെ വാട്ടർ ലെവല് എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. സെയിം തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ കൂടുവോ കുറയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റിമൈൻ സ്റ്റേഷനറി ആണ്. പോണ്ടിലെ വാട്ടർ ലെവൽ വ്യത്യാസം ഉണ്ടാവില്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ കുറച്ച് പോണ്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുമ്പോഴെന്ത് ചെയ്യും, ആ കുടിച്ച വെള്ളത്തിന്റെ വെയിറ്റ് എന്റെ വെയിറ്റിനോട് ആഡപ്പ് ആവുകയാണ്, അല്ലെങ്കിൽ ആ മാസം എന്റെ ബോഡിയിലേക്ക് ആഡപ്പ് ആവുകയാണ് ചെയ്യുക. ആ വെയിറ്റ് എന്റെ ബോഡിയിലേക്ക് ആഡപ്പ് ആവുകയാണ് ചെയ്യുക. അപ്പോ നമുക്കറിയാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച്
വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പോ വെയിറ്റ് എന്റെ ബോഡിയിലേക്ക് ആ വെയിറ്റ് അടപ്പായി, അപ്പൊ ഞാൻ കൊടുക്കുന്ന വെയിറ്റ് എന്ത് ചെയ്തു? കൂടി. ആ വാട്ടറിന്റെ വെയിറ്റും കൂടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ വെയിറ്റ് കൂടി, അപ്പൊ എന്ത് ചെയ്യും? അത്രയും വാട്ടർ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? ഇൻ എഫക്ട് വാട്ടറിന്റെ ലെവൽ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് ഈ ഒരു ചോദ്യത്തിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ ആൻസർ എന്താണ്? ലെവൽ ഓഫ് വാട്ടർ റിമൈൻസ് സെയിം. ഓക്കെ, അടുത്ത ചോദ്യം. ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ബ്രിക്ക് മേസൺറി ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഇത് ബ്രിക്ക് മേസൺറി എന്നുള്ള ചോദ്യമാണ്. ഇപ്പൊ ചോദ്യത്തിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ടൈപ്പ് ഓഫ് മേസൺറിക്കകത്ത്, ബ്രിക്ക് മേസൺറിക്കകത്ത് ഓരോ ഒരു സിംഗിൾ ലെയർ എടുക്കണം, ഒരു സിംഗിൾ കോഴ്സ് എടുക്കുക. ആ സിംഗിൾ കോഴ്സ് തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഹെഡറും സ്ട്രക്ചർ, ഹെഡർ സ്ട്രക്ചർ എന്ന രീതിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ബോണ്ട് എന്താണ് പറയുന്നതാണ്. അപ്പൊ ഈ ഫിഗർ കാണാം ഒരു സ്ട്രക്ചർ, പിന്നെ ഒരു ഹെഡർ, പിന്നെ ഒരു സ്ട്രക്ചർ, പിന്നെ ഒരു ഹെഡർ. ആ ഓരോ ലെയറിലും, ഈ ലെയർ എടുത്താലും അങ്ങനെ തന്നെയാണ്, ഈ ലെയർ എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലമിഷ് ബോണ്ട് എന്ന് പറയാം. ഓരോ കോഴ്സിലും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഹെഡർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ എന്ത് പറയാ? ഫ്ലമിഷ് ബോണ്ട് എന്ന് പറയാം. അപ്പിയറൻസ് വൈസ് ഫ്ലമിഷ് ബോണ്ട് കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, സ്ട്രെങ്ത് വൈസ് ഇംഗ്ലീഷ് ബോണ്ടാണ് നല്ലതെന്ന് പറയാം. കുറച്ചുകൂടെ സ്ട്രെങ്ത് വൈസ് ഇംഗ്ലീഷ് ബോണ്ട് നല്ലതാണ്. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് നോക്കാം. ഇംഗ്ലീഷ് ബോണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ലെയർ ഫുൾ സ്ട്രക്ചേഴ്സ് ആയിരിക്കും, അടുത്ത ലെയർ ഹെഡേഴ്സ്, പിന്നെയും സ്ട്രക്ചേഴ്സ്, പിന്നെയും ഹെഡർ. ഓൾട്ടർനേറ്റ് ഹെഡർ സ്ട്രക്ചർ ലെയറുകളാണ്, കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? അതിനെ ഫ്ലമിഷ് ബോണ്ട് എന്ന് പറയാം. ഒരു ലെയർ ഫുൾ ഹെഡേഴ്സ് ആയിരിക്കും, അടുത്ത ലെയർ ഫുൾ എന്തായിരിക്കും? സ്ട്രക്ചേഴ്സ് ആയിരിക്കും, അടുത്ത ലെയർ പിന്നെ ഹെഡേഴ്സ്. അങ്ങനെ രീതിക്കുള്ള ഒരു ബോണ്ടിനാണ് എന്ത് പറയാ? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയാം. ഇനി ഹെഡർ ബോണ്ട് എന്താണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസിംഗ് സൈഡിൽ കാണുന്നത് ഫുൾ ഹെഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അത് എല്ലാ ലെയേഴ്സ് ഫുൾ ഹെഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? ഹെഡർ ബോണ്ട് എന്ന് പറയാം. ഈ ഫിഗർ നോക്കിയേ, എല്ലാം നമ്മൾ ഫേസ് സൈഡിലുള്ള എല്ലാം എന്താണ്? ഹെഡേഴ്സ് ആണ്. ഫുൾ ഹെഡേഴ്സ് ആണെങ്കിൽ അതിനെ ഹെഡർ ബോണ്ട് എന്ന് പറയാം. അതുപോലെ ഫുൾ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം. ദ എക്സ്റ്റൻഷൻ ഓഫ് വോൾ എബവ് ദ കോൾഡ്. നമ്മൾ റൂഫ് ലെവലിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാൾ എക്സ്റ്റൻഷൻ നമ്മൾ എന്താണ് പറയുന്നതാണ്. നമ്മളതിനെ പാരപ്പറ്റ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീടിന്റെ റൂഫിന്റെ മുകളിലേക്ക് നമ്മൾ 4 സൈഡും ഫുൾ സൈഡിലും എന്ത് ചെയ്യും? നമ്മൾ വാൾസ് ഒരു ഹൈറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമുക്ക് പറയാ പാരപ്പറ്റ് വാൾ എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ റീറ്റൈനിങ് വാളും ബ്രസ്റ്റ് വാളൊക്കെയാണ്. ഈ റീറ്റൈനിങ് വാളും ബ്രസ്റ്റ് വാളും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എന്താണ്? എർത്ത് എംബാങ്ക്മെന്റ്, എർത്തിന് എന്ത് ചെയ്യാൻ? തടഞ്ഞു നിർത്താനുള്ളതാണ്, റീറ്റൈൻ ചെയ്യാനുള്ളതാണ് റീറ്റൈനിങ് വാൾ, ബ്രസ്റ്റ് വാൾ എന്ന് പറയുന്നത്. പക്ഷെ ബ്രസ്റ്റ് വാൾ നമ്മളെപ്പോഴും അപ്സ്ട്രീം സൈഡിലായിരിക്കും. എന്തെങ്കിലും നാച്ചുറൽ സ്ലോപ്പോ അല്ലെങ്കിൽ എംബാങ്ക്മെന്റ് അപ്സ്ട്രീം സൈഡിലായിരിക്കും എന്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക? ബ്രസ്റ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യുക. പക്ഷെ റീറ്റൈനിങ് വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക താഴെ വാലി സൈഡിലേക്കായിരിക്കും നമ്മൾ റീറ്റൈനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുക. അതാണ് റീറ്റൈനിങ് വാളിന്റെ ബ്രസ്റ്റ് വാൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. In a single day, the maximum height of masonry to be raised should not be more than. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു മേസണറി കൺസ്ട്രക്ഷൻ നടക്കും, ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോൺ മേസണറി നടത്തുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഓഫ് മേസണറി എന്ന് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആയിരിക്കും. മാക്സിമം 1.5 മീറ്റേഴ്സ്. അടുത്ത ചോദ്യം. ദ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഫ്രെയിം employed to subdivide a window opening horizontally is called. ഇപ്പൊ ഒരു വിൻഡോയ്ക്കകത്ത് വിൻഡോ ഓപ്പണിങ്സിന് ഹൊറിസോണ്ടലി സബ്ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്പറിനെ നമ്മൾ എന്താണ് പറയുന്നതാണ്? ഹൊറിസോണ്ടലി നമ്മൾ ആ ഒരു വിൻഡോ ഓപ്പണിങ്ങിനെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രെയിം മെമ്പർ നമ്മൾ എന്താണ് പറയുന്നതാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ആണ്. ഹൊറിസോണ്ടൽ മെമ്പർ നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയും.
ഇനി അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോയുടെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പാർട്ടിനെയാണ്. ദ ബോട്ടം ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് വിൻഡോ ഫ്രെയിം എന്ന് പറയാം സിൽ എന്ന് പറയാം. അടുത്തത് മുള്ളിയൻ. മുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെർട്ടിക്കൽ മെമ്പർ. ഇപ്പൊ നമ്മള് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഹൊറിസോണ്ടൽ മെമ്പർ. നമ്മുടെ വിൻഡോ ഓപ്പണിംഗ് ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു. അതുപോലെ വെർട്ടിക്കലി സബ് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി സബ് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ മെമ്പറുകളെയാണ് നമ്മൾ പറയാം മുള്ളിയൻസ് എന്ന് പറയാം. വെർട്ടിക്കലി സബ് ഡിവൈഡ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സിനെ ആണെന്ത് പറയാ മുള്ളിയൻസ് എന്ന് പറയാം. ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വിൻഡോന്റെയും അല്ലെങ്കിൽ ഡോർസിന്റെയും ഫ്രെയിമിന്റെ അകത്ത് ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് ഉണ്ടാവും. നമ്മൾ വിൻഡോയുടെ ഡോറിന്റെ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഹെഡ് റെയിലിന്റെ അവിടെ ടോപ്പ് ഹെഡിലവിടെ 2 സൈഡിലെ പ്രൊജക്ഷൻസ് ഉണ്ടാവും. അതിനാണ് നമ്മളിത് പറയാ ഹോൺ എന്ന് പറയാം. അതുപോലെ വിൻഡോസിലും ഉണ്ട് ആ ഒരു പ്രൊജക്ഷൻസ്, അതിനാണ് ഹോൺ എന്ന് പറയാം. ഓക്കെ, അടുത്തത് എ സോളിഡ് കൺസ്ട്രക്ഷൻ പുട്ട് അക്രോസ് ദ റിവർ ടു റേസ് ഇറ്റ്സ് വാട്ടർ ലെവൽ ആൻഡ് ഡൈവേർട്ട് ദ വാട്ടർ ഇൻ ടു ദ കനാൽ ഈസ് നോൺ ആസ്. ഒരു സോളിഡ് കൺസ്ട്രക്ഷൻ ആണ്, നമ്മൾ റിവറിന്റെ അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ്. അതെന്ത് ചെയ്യും, വാട്ടർ ലെവൽ അത് റേസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ആ വാട്ടറിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ് സോളിഡ് കൺസ്ട്രക്ഷൻ എന്താണ് പറയുന്നുള്ളതാണ്. നമ്മുടെ ആൻസർ വിയേഴ്സ് ആണ്. So the soil construction put across the river to raise the water level and divert the water in the canal എന്ന് പറയുന്നതാണ് വിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ലെവലിംഗ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ്. ലെവലിംഗില് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇതേ ഇക്വേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ചെറിയൊരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ ട്രൈപോഡിൽ നമ്മൾ മുകളിൽ ലെവൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു റഫറൻസ് പോയിന്റ് എടുത്തു, അവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റാഫ് വെച്ചു, പിന്നെ അടുത്തൊരു പോയിന്റിൽ വേറൊരു സ്റ്റാഫ് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ലെവല് വെച്ചിട്ട് ആദ്യം നമ്മൾ ഒരു റീഡിങ് എടുത്തു. ആ റീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, ബാക്ക് സൈഡ് എന്ന് പറയാം. ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെയാണ് ബാക്ക് സൈഡ് എന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റാഫിലേക്കുള്ള റീഡിങ് എടുത്തു. ആ റീഡിങ് നമ്മൾ ഫോർ സൈഡ് റീഡിംഗ് എന്ന് പറയും. ബാക്ക് സൈഡ് റീഡിംഗ് എടുത്തു, ഫോർ സൈഡ് റീഡിംഗ് എടുത്തു. അപ്പോൾ ഈ ഒരു ബെഞ്ച് മാർക്കിലുള്ള നമ്മുടെ ഡാറ്റം ലൈൻ ആദ്യം അറിയാം. ആ ഡാറ്റം ലൈനിൽ നിന്ന് ഈ ഒരു ബെഞ്ച് മാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്, അറിയാം. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ഓക്കെ, നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഈ ഡാറ്റം ലൈനിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണെന്ത് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ലാറ്റിൻ ലൈനിൽ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് ആണെന്ന് പറയാ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. അപ്പോ അതെങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ബാക്ക് സൈഡ് റീഡിംഗ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ബാക്ക് സൈഡ് റീഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയാം, റെഡ്യൂസ് ലെവൽ ഓഫ് ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് പോയിന്റ്. റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ് റീഡിംഗ് ആണ് എന്ത് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ, ദ റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ആണ് എന്ത് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഡ്യൂറിംഗ് ലെവലിംഗ് ഇഫ് ബാക്ക് സൈറ്റ് ഈസ് മോർ ദാൻ ഫോർ സൈറ്റ് ദെൻ. നമ്മൾ ലെവലിംഗ് ചെയ്ത സമയത്ത് ലെവലിംഗിൽ നമ്മൾ ബാക്ക് സൈഡ് റീഡിംഗ് എടുത്തു, ഫോർത്ത് സൈഡ് റീഡിംഗ് എടുത്തു. അപ്പൊ ബാക്ക് സൈഡ് റീഡിംഗ് എന്തിനേക്കാളും ഫോർത്ത് സൈഡ് റീഡിങ്ങിനേക്കാളും കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈഡ് ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെയിം തന്നെ ഫിഗറിൽ നമ്മൾ പറയാം, നമ്മൾ ആദ്യം ബാക്ക് സൈഡ് റീഡിംഗ് എടുത്തു, ഫോർത്ത് സൈഡ് റീഡിംഗ് എടുത്തു. ഈ ഫിഗർ നോക്കുന്നത് അറിയാം, ബാക്ക് സൈഡ് റീഡിംഗ് ആണ് വലുത്, ഫോർത്ത് സൈഡ് റീഡിംഗ് ചെറുതാണ്. അപ്പോ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് നോക്കാം. രണ്ടും രണ്ട് ലെവലിലാണ്. ഈ ഒരു പോയിന്റ് ഹയർ ലെവലിലാണ്. ഹയർ കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുക എന്ത് ഈ ഒരു പോയിന്റ് കുറച്ച് താഴെയാണ്. അപ്പൊ നമുക്ക് പറയാം ബാക്ക് സൈഡ് റീഡിങ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കണം, ലോവർ സൈഡിലായിരിക്കണം. എന്തിനെ കമ്പയർ ചെയ്തിട്ട്, ഈ ഒരു ഫോർവേഡ് പോയിന്റിനെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ ആൻസർ എന്താണ്,
ഓപ്ഷൻ ബി ആണ്. ദ ബാക്ക്വേർഡ് സ്റ്റാഫ് പോയിന്റ് ഈസ് ലോവർ ദാൻ ദ ഫോർവേഡ് സ്റ്റാഫ് പോയിന്റ്. എന്താണ് ഈ ബാക്ക്വേർഡ് സ്റ്റാഫ് പോയിന്റ് കുറച്ച് താഴെയാണ് എന്തിനെ കമ്പയർ ചെയ്ത്, ഈ ഒരു ഫോർവേഡ് സ്റ്റാഫ് പോയിന്റിനെ കമ്പയർ ചെയ്തിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം. എ ബീം എൻകാസ്റ്റേഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഈസ് കോൾഡ്. ഒരു ബീം എൻകാസ്റ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് സൈഡും എൻകാസ്റ്റഡ് ഫിക്സഡ്, രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ബീം എന്ന് പറയാ ഫിക്സഡ് ബീം എന്ന് പറയാ. രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ബീമിനെ നമ്മൾ ഫിക്സഡ് ബീംസ് എന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡും സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും, എന്തെങ്കിലും ഹിഞ്ച് സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് ആയിരിക്കും രണ്ട് സൈഡിൽ ഉണ്ടാവുക. അതിനാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയാം. കണ്ടിന്യൂസ് ബീം ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 2 എന്തുണ്ടാവും, സപ്പോർട്ടുകൾ ഉണ്ടാവും. അതിനാണ് കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുക. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഫിക്സ്ഡ് ആയിരിക്കും, ഒരു സൈഡ് ഫിക്സ്ഡും മറ്റേ സൈഡ് ഫ്രീ ആയിരിക്കും. അതിനാണ് എന്ത് പറയാ, കാന്റിലിവർ ബീം എന്ന് പറയാം. രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ബീം എന്ന് പറയാ ഫിക്സഡ് ബീം എന്ന് പറയാം. അടുത്തത്, ദ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ്. അപ്പോ താഴെ പറയുന്നവയിൽ എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോനെ കെ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ബൈ ആർ മിനിമം ആണ്. എഫക്റ്റീവ് ലെങ്ത് ബൈ ആർ മിനിമം. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ, അത് എക്സ് ഡയറക്ഷൻ ഉണ്ടാവും, വൈ ഡയറക്ഷൻ ഉണ്ടാവും. അപ്പം അതിലെ മിനിമം ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്, ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ കോളം, അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം ഡിവൈഡ് ബൈ ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്. സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ കോളം ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് ഐ ബൈ എ, അതിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബൈ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ദ സെക്ഷൻ. റൂട്ട് ഓഫ് ഐ ബൈ എ ആണ് എന്ത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എ കപ്പിൾ പ്രൊഡ്യൂസസ്. ഇത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ചോദ്യമാണ്. ഒരു കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 2 ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എന്ന് പറയാ കപ്പിൾ എന്ന് പറയാം. അപ്പോ കപ്പിള് എന്തുണ്ടാക്കും, മൊമെന്റ് ഉണ്ടാക്കും. അപ്പൊ മൊമെന്റ് വഴി ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് നമ്മൾ എന്താ പറയാ, മോഷൻ എന്താ പറയാ, റൊട്ടേഷണൽ മോഷൻ എന്നാ പറയാം. നമ്മളൊരു കുപ്പി അടപ്പടയ്ക്കുന്നതൊക്കെ ഇതിലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ആൻസർ എന്താണ്, കപ്പിൾ പ്രൊഡ്യൂസ് റൊട്ടേഷണൽ മോഷൻ. കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷണൽ മോഷൻ. അടുത്ത ചോദ്യം. The factor of safety is defined as the ratio of answer the ultimate stress to working stress. The factor of safety എന്ന് പറയുന്നത് the ratio of ultimate stress to working stress ആണ്. അത് നോക്കി വെക്കാം, ultimate stress to working stress. അടുത്ത ചോദ്യം. The mercury does not wet the glass. This is due to the property of liquid knowness. Mercury എന്ത് ചെയ്യില്ല, ഗ്ലാസ്സിൽ വെറ്റാവില്ല. അപ്പൊ അതിനുള്ള കാരണം, ഫ്ലൂയിഡിന്റെ ലിക്വിഡിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഇപ്പൊ പറഞ്ഞ മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ് എന്ന് പറയാനുള്ള കാരണം എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്. ദ മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. The pressure at a point 4 meter below the free surface of water. The pressure at a point 4 meter below the free surface of water. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിലുള്ള ചോദ്യമാണ്. നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. പ്രഷർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമുക്ക് ഈ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 ആണ്. ജി 9.81, എച്ച് 4 meters ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 39.24 കിലോ പാസ്കൽ എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി 39.24 കിലോ പാസ്കൽ. ഓക്കെ,
അടുത്ത് the magnetic bearing of a line is 55 degree 30 minutes and the magnetic declination is 4 degree 30 minutes west. The true bearing of a line will be. ഒരു ലൈനിന്റെ മാഗ്നറ്റിക് ബെയറിംഗ് വന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ട്രൂ ബെയറിംഗ് എന്താണെന്നതാണ് നമുക്കറിയാം. ഒരു ചെറിയൊരു ഇക്വേഷൻ നമുക്കറിയാം. ട്രൂ ബെയറിംഗ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നുള്ളത്. മാഗ്നറ്റിക് ബെയറിംഗ് ഈസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ എപ്പോഴാണ് പ്ലസ് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് മൈനസ് ഉപയോഗിക്കുന്നത്? വെസ്റ്റ് ആണെങ്കിൽ പ്ലസ് ഉപയോഗിക്കുക, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ഉപയോഗിക്കുക, ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ട്രൂ ബെയറിംഗ് കാണാൻ ഇങ്ങനെ ചെയ്യാം, മാഗ്നറ്റിക് ബെയറിംഗ് മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ബെയറിംഗ് എത്രയാണ്? 55 ഡിഗ്രി 30 മിനിറ്റ്സ് മൈനസ് 4 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 51 ഡിഗ്രി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 51 ഡിഗ്രി ആണ്. ട്രൂ ബെയറിംഗ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്, വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, എ വിയർ ജനറലി യൂസ്ഡ് എസ് സ്പിൽവേ ഓഫ് എ ഡാം. സ്പിൽവേ ഓഫ് ഡാമിന് ഉപയോഗിക്കുന്ന വിയർ ഏതെന്നുള്ളതാണ്. നമ്മുടെ ആൻസർ ഉജി ക്രസ്റ്റഡ് വിയർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതാണ് നമ്മുടെ ഉജി ക്രസ്റ്റഡ് വിയർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. Thank you.